ഇഡ്ഡലി ബാറ്റർ തട്ടിലൂത്തി സ്റ്റീം ചെയ്യുന്നതാണോ തട്ടിഡ്ഡലി? അല്ലല്ലോ, ചെറിയ വ്യത്യാസമില്ലേ? ഇതാ റെസിപ്പി. ഇഡ്ഡലി റൈസ് 1½ കപ്പ്, സാബുദാന അല്ലെങ്കിൽ ജൗവരസി 1/2 കപ്പിന് താഴെ അല്ലെങ്കിൽ 1 പിടി, ഉറാദ് ദാൾ 1/2 കപ്പ്. ഉറാദ് ദാൾ മാത്രം തനിയെ സെപ്പറേറ്റ് ആയിട്ട് സോക്ക് ചെയ്യണം, ബാക്കിയെല്ലാം ഒരുമിച്ച് സോക്ക് ചെയ്യാം. അരയ്ക്കുന്നതിന് 15 മിനിറ്റ് മുമ്പ് 1/4 കപ്പ് അവൽ കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്യാനിടണം, അവൽ അല്ലെങ്കിൽ പോഹ. ഫസ്റ്റ് ഉഴുന്നരച്ച് മാറ്റി വയ്ക്കുക. പിന്നെ സാബുദാനയും ഇഡ്ഡലി റൈസും അവലും ചേർത്തരച്ച് തനിയെ വയ്ക്കുക. പിന്നെ മാവെല്ലാം ഒരുമിച്ച് നന്നായി മിക്സ് ചെയ്ത് ഉപ്പിട്ട് കൈ കൊണ്ട് ഇതുപോലെ നന്നായി 5 മിനിറ്റ് ഇളക്കി മൂടി വയ്ക്കുക. 5 മണിക്കൂർ നമ്മൾ ഫെർമെൻറ്റേഷന് വെക്കണം. അതിനുശേഷം ഇതുപോലെ തട്ടെടുത്ത് അതിൽ നെയ്യ് പുരട്ടി മാവ് ഒഴിച്ചു വയ്ക്കുക. മാവ് കൂടുതൽ ഒഴിക്കാതെ ശ്രദ്ധിക്കണം, കൂടുതൽ ഒഴിച്ചാൽ കൂടുതൽ സമയമെടുക്കും. ഇതുപോലൊരു സ്റ്റാൻഡ് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് അതിൽ നമുക്ക് തട്ട് വയ്ക്കാം. 2 തട്ട് വെക്കണമെങ്കിൽ 2 സ്ക്വീവർ വെച്ചിട്ട് അതിൻ്റെ മേലെ രണ്ടാമത്തെ തട്ട് വെച്ചാൽ മതി. പൊങ്ങാൻ വേണ്ടി കുറച്ച് സ്ഥലം വിടണേ, മറക്കല്ലേ. കുക്കായോ എന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാം. അതിനുശേഷം നല്ല ഉരുക്കിയ വെണ്ണ അല്ലെങ്കിൽ നെയ്യ് അതിൻ്റെ മേലെ ഒഴിച്ച് അതിൽ നമുക്ക് നമ്മുടെ പൊടിച്ച ഇഡ്ഡലിപ്പൊടി, വീട്ടിൽ പൊടിച്ചതോ അല്ലെങ്കിൽ വാങ്ങിയതോ ആയ ഇഡ്ഡലിപ്പൊടി അതിൻ്റെ മേലെ നന്നായി സ്പ്രെഡ് ചെയ്ത് വെക്കാം. ഇനി ഒന്ന് കഴിച്ചു നോക്കൂ, സാധാരണ ഇഡ്ഡലിയും തട്ട് ഇഡ്ഡലിയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോയെന്ന്. തട്ട് ഇഡ്ഡലി സാധാരണ ഇഡ്ഡലിയേക്കാളും കുറച്ചുകൂടെ സോഫ്റ്റായിരിക്കും. സാബുദാന ചേർത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ നമ്മുടെ തട്ട് ഇഡ്ഡലി